ഹായ് ഗായ്സ്, ഇന്ന് നമ്മളപ്പോൾ ഒരു പേപ്പർ കാർ ഉണ്ടാക്കാൻ പോവാണ്. ഇതുപോലത്തെ അത് ഉണ്ടാക്കാൻ നമുക്ക് ഒരു പേജ് എടുക്കണം. എന്നിട്ടായും ഇതുപോലെ മടക്കണം. ഫുൾ നടുക്കായിരിക്കുന്നുണ്ട് ഗായ്സ്, അതാണ് ഫുള്ളും ശരിയാക്കും. ഇപ്പം ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ആക്കി, എന്നിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് വേണം ചെയ്യാൻ. അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു എക്സ് പോലത്തെ ഒരു സാധനം ഇവിടെ ഇങ്ങനെ വെക്കണം. എക്സ് അല്ല, എന്നാലും ഇങ്ങനെ ആക്കണം. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് പോലെ അത് തന്നെ ചെയ്യണം. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത് ഇങ്ങനെ മറിച്ചിട്ടല്ല കേട്ടോ, ഇങ്ങനെ എന്നിട്ട് നടുക്ക് തന്നെ നോക്കി അങ്ങോട്ട് ഇങ്ങനെ ആക്കണം. കഴിഞ്ഞിട്ട് നമുക്ക് നടുവരയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് നേരെ ഫ്ലാറ്റ് സർഫേസ് ആക്കണം. അപ്പോൾ എങ്ങനെ അത് തന്നെ ഇവിടെ വേണം. ഇതുപോലെ ചെയ്യുക. ഇതുപോലെ ചെയ്യുക. ക്യാമറ മൂവ് ആയിട്ട് ഇതുപോലെ ചെയ്യുക. ഇത് പിന്നെ വീണ്ടും ചെയ്യണം. നല്ല ചെയ്യണം. കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യണം. ഇത് ഇങ്ങനെയല്ല പിരിക്കണേ, അതെ ഇങ്ങനെ ചെയ്യണം. അങ്ങോട്ടൊക്കെ ഇട്ട് ഇത് അങ്ങോട്ടാക്കണം. എന്നിട്ട് ഇത് ഇങ്ങോട്ടൊക്കെ ഇട്ട് അതും അങ്ങനെ ആക്കണം. ഇത് ഈസി സ്റ്റെപ്സാണ്. സ്റ്റെപ്സ് കൊണ്ട് തന്നെയാണ് ഒരു ഈസി ആയിട്ടുള്ള ഇത് ഉണ്ടാകണം. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് അങ്ങ് എടുക്കുക. നമ്മളത് ഇങ്ങനത്തെ ആക്കിയത്. അതുകൊണ്ട് ട്രയാങ്കിൾ അതിങ്ങനെ എടുത്തിട്ട് ട്രയാങ്കിൾ അല്ല അതുപോലെ ആക്കുക. അതിങ്ങനെ ആക്കുക. അത് ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ആക്കാൻ പാടില്ല, പിന്നെ വിട്ടുവരും. ഇത് പച്ചക്കൊണ്ട് ഇത് ഇങ്ങനെ കയറ്റണം. അപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ട് ഇതും കയറ്റണം. വലിയ പേപ്പറാണ് വേണം. അപ്പോൾ കിട്ടി. പക്ഷേ ഇങ്ങനെ ഞൊട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ മടക്കിയാൽ മതി. ഇനിയെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് അത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടാം. എന്നിട്ട് ഇതും അതിൻ്റെ ഉള്ളിലോട്ടിടാം. അങ്ങനെയൊക്കെ മതി. പക്ഷേ അതിന് കാര്യം കുറച്ചും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതും കൂടെ ആക്കണം. ഇത് അങ്ങനെ ആക്കുവാണെങ്കിൽ ഫുൾ മോഡിഫൈഡ് പോലെ തോന്നും. ഇനിയെങ്കിലും നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഇത്ര ചെയ്താൽ മതി. ഇത് വേണ്ടാന്നില്ലെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്തില്ലേ, അത് ഇവിടെ ഇത് ഇങ്ങോട്ട് ആക്കണം. അങ്ങോട്ട് ചെയ്താൽ മതി. ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യാണ്ട് വരികയാണെങ്കിൽ ഈസിയാണ്. അപ്പം അതില്ലാത്തതായി അങ്ങനെ 1 2 ഒക്കെ ആയിട്ട് വയ്ക്കാം ഗൈസ്. ഇത് അതിൻ്റെ റീൽ വലിച്ചതേ ഉള്ളൂ. പക്ഷേ കുറച്ച് കാര്യം കൂടെ ഉണ്ട് ഈ വീഡിയോയിൽ പറയാൻ. അപ്പം ഇതല്ല നമ്മൾ എത്ര ഉണ്ടാക്കി. അത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചത്, ഇത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചത്. അതുപോലത്തെ കുറേ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇപ്പം കാണിക്കാം, 1 മിനിറ്റ്. ഇപ്പം ഞാൻ താഴോട്ട് അടിച്ചേക്കണ ഒരു കാര്യത്തിൽ ഫുള്ളും എടുക്കട്ടെ. അയ്യ കിട്ടില്ല ഗായ്സ്, ഇതങ്ങ് വന്നില്ല.
കണ്ടോ? ചെറുതൊക്കെ ഞാൻ പെയിൻറ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. കുറേ എണ്ണം പെയിൻറ് ചെയ്തില്ല, ചെറുതൊക്കെ പെയിൻറ് ചെയ്ത കണ്ടോ, പെയിൻറ് ചെയ്ത ഇത്രയും. ഇത്ര ഈ 3 പെയിൻറ് ചെയ്ത് മാത്രമല്ല, ഇതുണ്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ ചെറുത്. അത് ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ടാക്കി. അങ്ങനെ ഒരെണ്ണം വിചാരിക്കണ്ട, ഇവിടെ ഒരെണ്ണമുണ്ട്. മാത്രമല്ല ഇവിടെയും ഒരെണ്ണമുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഫുള്ളും കാണിക്കണമെങ്കിൽ ഫുള്ളും കാണിച്ചു തരാം. അതുപോലെ അവിടെ നിന്ന് ചൈനീസ് പോലത്തെ സാധനം എഴുതിയിട്ടുണ്ട്, ഞാൻ എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, ഇത് ചുമ്മാ പറ്റൂ. ഇതിപ്പോൾ എത്രയുണ്ട് എനിക്കറിയില്ല, എണ്ണി നോക്കാം. എവിടുന്നൊക്കെ എണ്ണം 1 2 3 4 5 6. എൻ്റെ മറ്റേ ഇവിടുത്തെ 7 8 9 കൊണ്ട് എന്താണ്, അതാകുമ്പോൾ അതിന് പാട് ഉണ്ടാക്കിയതല്ലോ. 7 8 9 10 10 11 12 ഇതേ പോണം. 12 13 14 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇതെല്ലാം ഇനി എടുത്ത് വയ്ക്കുമ്പോൾ എത്രയും, അതുകൊണ്ട് പ്ലീസ് വെയിറ്റ്. ഞാൻ എല്ലാം എടുത്ത് വച്ചിട്ട് വരാം, അത്ര നേരം വെയിറ്റ്. ഇന്നലത്തെ കാലം കുറച്ച് ലോങ് വീഡിയോ ആണ്. ഔട്ട്ഡോർ അറ്റ് നൈറ്റ്. ഞങ്ങളൊരു സ്ഥലത്ത് പോയേക്കുമായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് സ്ഥലം ഫുള്ളും കാണിക്കുക. ഫുള്ളും കാണിച്ച പിന്നെ ലൊക്കേഷൻ പറയണ്ടല്ലോ. ഉണ്ടോ ഫുൾ കാണിക്കുക. അത് സ്ഥലം എവിടെയാണ്, ഒരു പെരേര താമസത്തിന് വേണം. പിന്നെ എനിക്ക് കുറച്ച് ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം ഗൈസ്. ഇന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നെക്കുറിച്ച്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അയ്യോ, റൂം മാറിപ്പോയി. അയ്യോ, വീണ്ടും റൂം മാറിപ്പോയി. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ. ബൈ ബൈ.